കഴിഞ്ഞ ദിവസം മണിയമ്പിള്ള രാജു, സിനിമ നടൻ മണിയമ്പിള്ള രാജു ആക്സിഡന്റ് ഉണ്ടാക്കിയ സ്ഥലമാണ്. അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ബൈക്കുകാരൻ പ്രശ്നം ഉണ്ടാക്കിയെന്നാണ്. ആ വണ്ടി ഇതോ അവിടെ കിടപ്പുണ്ട് കേട്ടോ. പുതിയൊരു സൊമാറ്റോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ വീഡിയോ ചെയ്തിട്ട് വേറെ കുറച്ച് പണിയിലായിപ്പോയി. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. ഫുഡ് എന്ന് പറയണത് ദോശയാണ് കേട്ടോ. ദോശയും ചമ്മന്തിയാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിച്ചപ്പോൾ കഴിക്കാൻ പോകുന്നു കേട്ടോ. നല്ല അടിപൊളി ചമ്മന്തിയാണ്. ചായ കുടിക്കാം. കഴിച്ചപ്പോൾ കഴിക്കട്ടെ. കഴിച്ചിട്ട് പെട്ടെന്ന് പോകണം, സമയമായി. അങ്ങനെ നമ്മളെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓവർ അടിച്ചെന്ന് പറഞ്ഞാൽ ലുലു ഹൈപ്പർ മാർട്ടാണ് കേട്ടോ. ഇപ്പം ഞാൻ കൊച്ചുവേളിയിലാണ് നിൽക്കുന്നത്, വേളിയിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇവിടുന്ന് കറക്റ്റ് 1.7 കിലോമീറ്റർ ഉണ്ട്. ഭയങ്കര വെയിൽ കേട്ടോ. ഒന്ന് റൈറ്റാണ് കേട്ടോ പോവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ലുലു ഹൈപ്പർ മാർട്ട് എടുത്ത് കേട്ടോ. ഇവിടുന്ന് അപ്പോൾ നമ്മൾ ലുലുവിലെത്തി. ഇപ്പോൾ ഇവിടെയാണ് ലുലുവിൻ്റെ പിന്നെ പാർക്കിങ്. ഹൈപ്പർ മാർട്ട് എവിടെ എത്ര കഴിച്ചപ്പോൾ കൊടുക്കാനുള്ളത് ഫ്രണ്ട്സ് നഗറാണ് കേട്ടോ. ഫ്രണ്ട്സ് നഗർ കുമാരപുരമാണ് കൊടുക്കാനുള്ളത്. ഇവിടുന്ന് കറക്റ്റ് 5.1 കിലോമീറ്റർ ഉണ്ട്. നേരെ വച്ച് പിടിക്കാൻ നല്ല വെയിലുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ കുറേ വെള്ളം കുടിച്ചേ ഉള്ളൂ. വെള്ളം കുടിക്കണം കേട്ടോ. വെള്ളം കുടിച്ചില്ലെങ്കിൽ പാടുപെടും. വെള്ളം എല്ലാവരും കുടിച്ചു കൊള്ളണം. നമുക്ക് ഇവിടുന്ന് റൈറ്റിലോട്ടാണ് എക്സിറ്റ് അടിക്കാനുള്ളത് കേട്ടോ. ഞാൻ ഇതിൻ്റെ അകത്ത് ഫുഡ് എടുക്കാൻ മാത്രമേ വന്നിട്ടുള്ളൂ. വേറെ എന്തെങ്കിലും കഴിക്കാനോ ഒന്നിനും വന്നിട്ടില്ല കേട്ടോ. കറങ്ങാനൊന്നും വന്നിട്ടില്ല. ഒരു ദിവസം നമുക്ക് ഇതിൻ്റെ അകത്ത് വരണം. നമ്മൾ സൊമാറ്റോയിൽ ഓർഡർ അടിക്കുമ്പോൾ മാത്രമേ ഇങ്ങോട്ട് കയറിയിട്ടുള്ളൂ, അല്ലാതെ കയറിയിട്ടില്ല. അങ്ങോട്ട് വന്നിട്ടുമില്ല. ഇവിടുന്ന് മെയിൻ റോഡിലോട്ട് കയറായിട്ട് പാടാണ് കേട്ടോ. ശ്രദ്ധിച്ച് കയറിയില്ലെന്നുണ്ടെങ്കിൽ പണി പാടും. കുമാരപുരം ഇല്ല, അപ്പം സ്ട്രൈറ്റ് പോകണ്ട, നമുക്ക് നേരെ പോകാം. മറ്റേ അമ്പലത്തിൻ്റെ അങ്ങോട്ട് കയറി പോകാം. അമ്പലത്തിൻ്റെ അങ്ങനെ കയറിപ്പോ ഇതിലേക്ക് ഇറങ്ങി ഇങ്ങനെ വരാൻ പറ്റും. കുമാരപുരം പോകാം. മറ്റേ അങ്ങ് കയറിയാൽ പിന്നെ ഹൈവേ കയറി അങ്ങ് പോകും. പിന്നൊന്നും ചെയ്യാൻ പറ്റൂല. കുമാരപുരം എത്തി. ഇവിടുന്ന് അധികം ദൂരം ഇല്ല. ഈ 300 മീറ്റർ കൂടെ ഉള്ളൂ. നമുക്ക് റൈറ്റിലോട്ടാണ് പോകാനുള്ളത്. ഭയങ്കര തിരക്ക് കേട്ടോ. കുമാരപുരമൊക്കെ ഭയങ്കര തിരക്ക്.
ഏകദേശം ഇപ്പം അങ്ങനെ ഫൈനലി ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ശരി, 50 രൂപ 60 പൈസയാണ് കിട്ടിയത് ഈ ഓർഡറിന്. അടുത്ത ഓർഡർ അടിച്ചില്ല. നമുക്ക് അങ്ങോട്ട് കുമാരപുരം അങ്ങോട്ട് പോകാം. കുമാരപുരം റൂട്ടിലോട്ട് പോവാം. കുമാരപുരം റൂട്ടിനകത്ത് ഓർഡർ ആണ് കേട്ടോ. രാവിലെ വെള്ളം കുടിക്കാണ്ട് തളർന്നു പോയി കേട്ടോ. വെള്ളം കുടിക്കാൻ സമയം കിട്ടിയില്ല, സത്യം പറഞ്ഞാൽ സമയം കിട്ടിയില്ല. അങ്ങനെ പോണ വഴിക്ക് പെട്ടെന്ന് എടുത്ത് കുടിച്ചു കേട്ടോ. ഏകദേശം അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. മെക്ഡോണൾഡ്സ് ആണ് കേട്ടോ. രക്ഷപ്പെട്ട്. ലുലു മാളിൽ അങ്ങോട്ട് എനിക്ക് പോകാൻ ഇഷ്ടമല്ല, പാപ്പനും കൊണ്ട് ഇഷ്ടമല്ല കേട്ടോ. വേറെ ഒന്നുമല്ല, ആഴ്ച ഗുദാ വിട്ടുകളായി, എവിടെയെങ്കിലുമൊക്കെ വിട്ടുകളായി. അപ്പോൾ മെക്ഡോണൾഡ്സിനാണ് ഓർഡർ അടിച്ചത്. അപ്പോൾ കറക്റ്റ് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? 2 കിലോമീറ്ററാണ് കേട്ടോ. ഫുഡ് റെഡി വന്നു. മെക്ഡോണൾഡ്സേ, ഇതൊരു മെക്ഡോണൾഡ്സേ. ഫുഡ് നമ്മൾ അവിടെ എത്താറാകുമ്പോൾ ഫുഡ് റെഡി വരണം, അതാണ് കണക്ക്. അല്ലെന്നുണ്ടെങ്കിൽ ഡിലേ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് എവിടെയെങ്കിലും ബ്ലോക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഡിലേ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കും. ഒരു ചേട്ടൻ ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ട് പോകണം. ലെഫ്റ്റിലോട്ട് തിരിയാനാണ്, അത് മറന്നു പോയാണോ ഒന്നും മനസ്സിലാവുന്നില്ല. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സെറ്റ്. അടുത്തത് ഫൈനൽ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. മൈക്ക് ഓഫായിരുന്നു കേട്ടോ. ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഇവിടെ വച്ചിട്ട് ഒരു OTP ഉണ്ട് കേട്ടോ. OTP ഉണ്ടെങ്കിൽ 1946. അപ്പോൾ ഐറ്റം എന്ന് പറയണത് മെക്ഡോണൾഡ്സ് സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കനാണ് കേട്ടോ. ഏകദേശം കൊടുക്കാനുള്ളത് പണിക്കേസ് ലൈനാണ്, ശാസ്തമംഗലം കേട്ടോ. ഇവിടെ നിന്ന് 5.1 കിലോമീറ്റർ ഉണ്ട്. നേരെ വെച്ച് പിടിക്കാം. പെട്രോൾ രാവിലെ അടിച്ചുകൊണ്ട് പിന്നെ അത് വേണ്ട കേട്ടോ. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വെയിലും ഉണ്ട്. ഗൈസ് ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇനി ഒരു 190 മീറ്ററും കൂടെ ഉള്ളൂ കേട്ടോ. ഇവിടെയാണ് കാണിക്കണം. ക്യാഷാണോ ഗൂഗിൾ പേ ആണോ? ക്യാഷാണ്. ശരി. ഏകദേശം ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 46 രൂപ 16 പൈസയാണ് കിട്ടിയത്. ഏകദേശം അപ്പം കഴിഞ്ഞ ദിവസം മണിയമ്പിള്ള രാജു, സിനിമ നടൻ മണിയമ്പിള്ള രാജു ആക്സിഡൻ്റ് ഉണ്ടാക്കിയ സ്ഥലമാണ്. അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ. ഈ റോഡിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 50 കിലോമീറ്ററാണ്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, 50 കിലോമീറ്റർ എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ റോഡിൽ 50 കിലോമീറ്ററാണ് സ്പീഡ് കേട്ടോ.
ബൈക്കുകാരനെ എല്ലാരും കൂടെ ഇങ്ങനെ കുറ്റം പറയണുണ്ട്. എല്ലാരും കൂടെ ബൈക്കുകാരനെ വണ്ടേ കയറുന്നുണ്ട്. അതുകൊണ്ട് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചേട്ടാ. ഇതാണ് ട്രിവാൻഡ്രം ക്ലബിലോട്ട് പോകുന്നത്. ഇത് ലെഫ്റ്റ് സൈഡ് കാണുന്നത് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. അപ്പൊ ഇവിടെ 50 കിലോമീറ്ററാണ് സ്പീഡ് കേട്ടോ. ഇവിടെ പാർക്കിംഗ് ഒന്നും പാടില്ല, ബോർഡ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 50 കിലോമീറ്റർ സ്പീഡിന്റെ ഇത് കാണിച്ചു തരാം കേട്ടോ. അതാണ്ട് ഇതാണ് സൈൻ കേട്ടല്ലോ, 50 കിലോമീറ്റർ സ്പീഡാണ് കേട്ടോ. 50 കിലോമീറ്റർ സ്പീഡ് കണ്ടല്ലോ. ഇവിടെ നിന്നാണ് ആക്സിഡന്റ് നടക്കുന്നത്. ഇതാണ് ട്രിവാൻഡ്രം ക്ലബ്ബ് കേട്ടോ. ഇവിടെയാണ് ട്രിവാൻഡ്രം ക്ലബ്ബ്. ഇവിടെ നിന്നാണ് പുള്ളിക്കാരെ ഇറങ്ങി വന്നത്. ഇവിടെ നിന്നാണ് പുള്ളിക്കാരെ ഇറങ്ങി വന്നത് കേട്ടോ. ഇതാണ് ട്രിവാൻഡ്രം ക്ലബ്ബ്. ഇതാണ് ആക്സിഡന്റ് സ്പോട്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് പാസ് ചെയ്ത് ഇങ്ങനെ കയറി ക്രോസ് ചെയ്ത് കയറാൻ പാടില്ല, സ്ട്രെയിറ്റ് ആയിട്ട് കയറാൻ പാടില്ല. അവിടെ ചെന്ന് യൂ ടേൺ എടുത്തിട്ടേ വരാം. ഇവിടെ നോ പാർക്കിംഗ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവാം. ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചുവിടാം. ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് വന്നത് കേട്ടോ. ഇവിടെ പാർക്ക് ചെയ്ത് വിടാം. ഇവിടുന്ന് ഇങ്ങനെ ക്രോസ് ചെയ്താണ് കയറിപ്പോയത് പുള്ളിക്കാരെ. അങ്ങനെ കയറിക്കൂടാ. ഇവിടുന്ന് കറക്റ്റായിട്ട് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി ഇതാണ്ട ഇങ്ങനെ പോകണം. ഇങ്ങനെ പോയി ഇവിടെ ചെന്നാണ് യൂ ടേൺ എടുക്കാറ്. അങ്ങനെയാണ് എൻ്റെ അറിവ്. ഇവിടെ 50 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി പറഞ്ഞത് കേട്ടോ. ഒരു കാരണവശാലും സ്ട്രെയിറ്റ് പിന്നെ റോഡിൽ നിന്ന് സ്ട്രെയിറ്റ് റോഡോട് കയറുമ്പോൾ പെട്ടെന്ന് കൊണ്ട് കയറാൻ പാടില്ല. പരമാവധി ശ്രദ്ധിച്ചു വേണം കയറാൻ. അതാണ് സംഭവിച്ചത്. പയ്യന്മാരെ സ്പീഡ് ആയിരുന്നിട്ടുണ്ടായിരിക്കും, നോർമലി സ്പീഡായി എനിക്ക് അറിയത്തില്ല. പക്ഷെ എല്ലാവരും പയ്യന്മാരെ അതുപോലെ കുറ്റം പറഞ്ഞായിട്ട്, ബൈക്കുകാരനെ ഇതുപോലെ കുറ്റം പറഞ്ഞായിട്ട്. അതുകൊണ്ടാണ് നമ്മളൊരു രാവിലെ ഒന്ന് ഒരു വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ 50 കിലോമീറ്റർ ആണ് ഈ സ്പീഡ് കേട്ടോ. ബോർഡ് വെച്ചിട്ടുണ്ട്. പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിന്റെ പിന്നെ ട്രിവാൻഡ്രം ക്ലബിന്റെ അവിടെ 50 കിലോമീറ്റർ ആണ് സ്പീഡ് കേട്ടോ. അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഗീവ് വേ എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ തന്നെ. പുള്ളിക്കാരൻ പറഞ്ഞായിട്ട് പിന്നെ ഞാൻ മര്യാദയ്ക്ക് എല്ലാം നോക്കി തന്നെ എല്ലാ നിയമം പാലിച്ചാണ് വന്നതെന്ന് പറഞ്ഞായിട്ട്. അതുകൊണ്ട് നമുക്കത് നോക്കണമല്ലോ, അതിന് വേണ്ടിയാണ്. അവിടെ 50 കിലോമീറ്റർ സ്പീഡാണ് അവിടുത്തെ ലിമിറ്റ്. ചിലപ്പോൾ ബൈക്കുകാരെ സ്പീഡാ വന്നിട്ടുണ്ടാവാം, നമുക്കറിയില്ല. എങ്കിലും എല്ലാവരും ബൈക്കുകാരനെ കുറ്റം പറഞ്ഞായിട്ട്, ബൈക്കുകാരൻ ഓട്ടം ശരിയായില്ല, കാറുകാരനാണ് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഓട്ടിച്ചെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുത്തത്. നമ്മളിവിടെ സ്ഥിരം കണ്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. എനിക്കും നല്ല ട്രിവാൻഡ്രം ക്ലബിന് ഇതുപോലെ തന്നെ ഞാൻ ഏകദേശം ഒരു അവിടെ സ്പീഡ് ലിമിറ്റിൽ ആ സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് നിങ്ങളെ കൊണ്ടുവച്ച് കയറി. തെറ്റുണ്ടാവും, എങ്കിലും ബൈക്കുകാരൻ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ആ വണ്ടി ഇതോ അവിടെ കിടപ്പുണ്ട് കേട്ടോ. പുള്ളിയിലെ വണ്ടി കൊണ്ട് അവിടെ പിടിച്ചുകൊണ്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാമേ. പുള്ളിയിലെ വണ്ടി ഇതുകൊണ്ട് അവിടെ കിടപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ കിടക്കുകയാണ്. അതുകൊണ്ട് അവിടെ ഇട്ടിട്ടുണ്ട്. പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ അവിടെ ഫ്രണ്ടിൽ തന്നെ ഇട്ടിട്ടുണ്ട് പുള്ളിയിലെ വണ്ടി. ഫ്രണ്ടിലെ ഇതൊക്കെ പോയി കേട്ടോ. ഫ്രണ്ടിലെ ബമ്പറൊക്കെ പോയി, ബമ്പറും ലൈറ്റൊക്കെ പോയി. വോൾവോ ആയതുകൊണ്ട് നിൽക്കും കേട്ടോ സാധനം. ആ റോഡിൽ തന്നെ ഇട്ടേക്കിന്. ഇവിടെ ഒരു പ്രശ്നമാണ്, ഇതുപോലെ ഇങ്ങനെ പാർക്ക് ചെയ്തതുകൊണ്ട് വേറെ വണ്ടിക്കൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെ കുഴപ്പമുണ്ട്. 7 ഓവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 7 ഓവറാണ് കിട്ടിയത്. 11-3. എമൗണ്ട് എന്ന് പറയുന്നത് 483 രൂപ 92 പൈസയാണ് കിട്ടിയത്. ഫുൾ ടൈം നമ്മൾ കിട്ടിയെന്ന് പറയുന്നത് രാവിലെ 7 to 3 വരെ നമുക്ക് കിട്ടിയത് 840 രൂപയാണ് കിട്ടിയത്. 840 16 ഓവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഡിലേ ആയിപ്പോയി, കുഴപ്പമില്ല. 16 ഓവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 840 കേട്ടോ. 7 to 3. വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരാം. കുറച്ച് ദിവസം വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, വേറെ കുറച്ച് തിരക്കായിട്ട്, അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ മാക്സിമം വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ഇട്ട് വരാം. ബൈ.